നമസ്കാരം. ഏബിൾ ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ GSTR 4മായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതാണ്. അത് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ GSTR 4 നമ്മൾക്ക് ലോഗിൻ ചെയ്ത് ഫയൽ ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കാണുന്നുണ്ട്. ഡൗൺലോഡ് സമ്മറി ഓഫ് ടേബിൾ 4A ആൻഡ് 4B എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ടേബിളുകളിൽ 4Aയിലും 4Bയിലും ഫില്ല് ചെയ്യാനുള്ള ഡാറ്റ പോർട്ടൽ തന്നെ നമുക്ക് എക്സൽ ഫോർമാറ്റിൽ തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4A 4B സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് എക്സലിൽ കിട്ടും. അതുപയോഗിച്ച് നമുക്ക് ഇവിടേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റി വന്നിട്ടുണ്ട്. 4A 4Bയിൽ വന്ന ഡാറ്റ അങ്ങനെ തന്നെ അവർ തന്നെ ഇവിടേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ എക്സൽ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. സമ്മറി ഓഫ് ടേബിൾ 4A ഓഫ് GSTR 4. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ കിട്ടുന്നു. അപ്പോൾ അതിലുള്ള എല്ലാ ഡാറ്റയും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ടേബിൾ 4Aയിലേക്ക് പോയിക്കോളും. അതുപോലെ തന്നെ ടേബിൾ 4Bയിൽ വല്ല ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് ഈ കേസിൽ അങ്ങനെ വന്നിട്ടില്ല. RCM ലൈബിലിറ്റി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ടുണ്ടാവും. അതും നമുക്ക് ടേബിൾ 4Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തോളും. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ആ ഡാറ്റ ഈ ടേബിളുകളിലേക്ക് വന്നു. 4Aയിലേക്ക് വന്നു, 4Bയിലേക്ക് വന്നു. 4Aയിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരണേന്ന് നോക്കാം. 4Aയിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്താൽ പാർട്ടി വൈസ് ലിസ്റ്റ് പോർട്ടൽ തന്നെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്തതല്ല. ഇതിൽ റേറ്റ് വൈസ് ബ്രേക്കപ്പും കൊടുത്തിട്ടുണ്ട്. ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം. അതിൽ 12, 18 ഉണ്ടെങ്കിൽ പോർട്ടൽ തന്നെ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഫെസിലിറ്റിയാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും പാർട്ടികൾ തെറ്റായിട്ട് നമ്മുടെ GST ഈ പറയുന്ന 4Aയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അത് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ 4Bയിൽ വല്ല ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ 4Bയിലേക്ക് അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമുക്കത് നോക്കാം. 4B2ൽ 4Bയിലേക്ക് അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ 4B എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റിയാണ്. കാരണം എന്താ, ഇൻവേർഡ് സപ്ലൈ ഫ്രം രജിസ്റ്റേർഡ് സപ്ലയർ റിവേഴ്സ് ചാർജ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ലൈബിലിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ GSTR 4 ഫയൽ ചെയ്യുന്നവർ 4Bയിൽ ലൈബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോവുക. പക്ഷേ നമ്മൾ ഈ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ എക്സലിൽ കാണുമ്പോൾ ആ ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് പോർട്ടൽ തന്നെ ഇവിടേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ അത് ലൈബിലിറ്റി ആയിട്ട് ക്രിയേറ്റഡ് ആവും 4Bയിൽ. അങ്ങനെ വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ടേബിൾ 6ലേക്ക് അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും. അവർ ഏത് ആസ് ഇൻവേർഡ് സപ്ലൈ ആയിട്ട് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ അതാത് ക്വാർട്ടറിലെ CMP08 ഫയൽ ചെയ്യുമ്പോൾ നമ്മളത് ഈ ടാക്സ് അടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അത് സമ്മറി ഓഫ് CMP08 വന്നിട്ടുണ്ടാവില്ല. ഓക്കെ. അതിപ്പോൾ ഇപ്പോഴാണ് ആ ലൈബിലിറ്റി ഓട്ടോ ജനറേറ്റഡ് ആയി ഈ ടേബിളിലേക്ക് കയറി വന്നതുകൊണ്ടാണ് അത് ഈ ടേബിൾ 6ലേക്ക് അത് ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇപ്പോൾ GSTR 4 ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ RCN ലൈബിലിറ്റി നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. കാരണം അത് ഇവിടെ നമ്മൾ ഇതറിയാൻ എങ്ങനെയാണ്, നമ്മളിത് ഫയൽ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോൾ എല്ലാ ടേബിളുകളും ഫില്ല് ചെയ്ത് അതിൻ്റെ പ്രിവ്യൂ എടുക്കുമ്പോൾ ടേബിൾ 5ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ഷീറ്റ് അതിൽ കാണിക്കുന്നുണ്ട്, ഒരു പേജ്. അതിൽ ഈ എമൗണ്ടുകൾ പേബിളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 4Bയിലേക്ക് ലൈബിലിറ്റി കയറി വന്നിട്ടുണ്ടെങ്കിൽ ടേബിൾ 6ൽ അത് ഓട്ടോ പോപ്പുലേറ്റ് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ചലാൻ ഉപയോഗിച്ച് GSTR 4 ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചലാൻ അടച്ച് അടച്ചിട്ട് വേണം നമ്മളിത് ഫയൽ ചെയ്ത് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണത്തിൽ ലൈബിലിറ്റി വന്നാൽ ഡിലീറ്റ് ചെയ്ത് കളയരുത്. കാരണം അത് പിന്നീട് ഒരു ബാധ്യത നമുക്ക് വരും. RCN ലൈബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോ ജനറേഷൻ ഇവിടെ വന്നത് വഴി 2 കാര്യം ഉണ്ടായി. ഒന്ന്, കാര്യങ്ങൾ എളുപ്പമായി. 2, RCN ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനും നമ്മളെ കൊണ്ട് അടയ്ക്കാനുള്ള സൗകര്യം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും കാണാം.